Hi dears, welcome back to our family. നിങ്ങളെ കണക്കിൽ നമ്മളിപ്പോൾ ആദ്യം ഫസ്റ്റ് തന്നെ ഇറങ്ങുന്നതായിരിക്കും ഉണ്ടാവുക. പക്ഷെ അങ്ങനെയല്ല ഗൈസ്, അങ്ങനെയല്ല. ഞങ്ങളിപ്പോൾ പോയിട്ട് തിരിച്ചു വന്നതാണ്. എന്തിനാ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് നിങ്ങളൊന്ന് ഇൻവൈറ്റ് ചെയ്യാനുണ്ട് അല്ലേ ഗോഗു? കാശി ബേബിന്റെ ബർത്ത്ഡേ ആണ്. സോറി, തുറന്നിട്ട് തരണം, ഞാൻ വീഡിയോ എടുത്തിട്ട്. കാശി ബേബിന്റെ ബർത്ത്ഡേ ആണ് ആഗസ്റ്റ് 13-ാം തീയതി. അപ്പം ഈ വീഡിയോ കാണുന്നവരും നമ്മളെ അറിയുന്നവരും എല്ലാവരും വരുമോ? കാശിന്റെ ബർത്ത്ഡേ ആണ് ഓഗസ്റ്റ് മാസം 13-ാം തീയതി. അപ്പം എല്ലാവരെയും ഞങ്ങൾ വിളിക്കുകയാണ്. വീട്ടിൽ വെച്ചിട്ടാണ് ഫങ്ഷൻ വരുന്നത്. ഇപ്പം വീട്ടിൽ വെച്ചിട്ടാണ് ഫങ്ഷൻ വരുന്നത്. നമ്മുടെ വീട് വരുന്നത് കൊല്ലത്ത് അഞ്ചാലമൂട് താന്നിക്കമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ്. സോ താന്നിക്കമുക്കിലെത്തിയിട്ട് വിളിച്ചാൽ മതി. നമ്മുടെ പ്രൊഫൈലിൽ കോൺടാക്ട് നമ്പർ ഉണ്ട്. സോ വിളിച്ചിരുന്നാൽ മതി. അപ്പം എല്ലാവരെയും വൺസ് അഗെയിൻ ഒന്നും കൂടെ വിളിക്കുകയാണ്. ഓഗസ്റ്റ് 13-നാണ്, ചൊവ്വാഴ്ചയാണ്. അടുത്ത ആഴ്ചയാണോ ഗോപു? അടുത്ത ആഴ്ചയാണ്. ഇനി സമയമില്ല. ഇന്നിപ്പോൾ 7-ാം തീയതി ആയി. നമ്മളിപ്പോൾ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തില്ല, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ആകെ കൊടുത്തത് കാറ്ററിംഗിന്റെ പരിപാടി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇവന്റുകാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവന്റുകാർക്ക് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 2-3 മാസം മുമ്പേ കൊടുത്തു കേട്ടോ. കുറേ പേര് അടിയായിരുന്നു. ഒരു 3-4 പേര് വന്നിട്ടുണ്ടായിരുന്നു ഇവന്റുകാർ. അങ്ങോട്ട് കൺഫ്യൂഷൻ ഇങ്ങോട്ട് കൺഫ്യൂഷൻ, അത് ചെയ്യണം ഇത് ചെയ്യണം, എല്ലാവർക്കും വേണം. അവസാനം എൻ്റെ ബ്രദറിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിക്കാരനാണ് കൊടുത്തിട്ടുള്ളത്. അയ്യോ, അതിന് തന്നെ ഒരംഗം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അത് എടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും പിണക്കമുണ്ട് കേട്ടോ. കാര്യം നമ്മളെല്ലാവരെയും എൻക്വയറി ചെയ്തുകൊണ്ടിട്ട് എല്ലാവരും പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇവൻ്റ് കൊടുക്കുമെന്ന്. ലാസ്റ്റ് വേറെ പോയി എന്നായപ്പോഴത്തേന് എല്ലാവർക്കും ചെറിയ പിണക്കമൊക്കെ ഉണ്ട്. അത് ഇതുവരെ ആദ്യം സൂരജ് മിണ്ടിയിട്ട് പോലും ഇല്ല കേട്ടോ. വീട്ടിൽ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അവൻ ഇവൻ്റ് ഉണ്ട്, അവനൊന്നും മിണ്ടിയിട്ടേ ഇല്ല. പിന്നെ 55% ആ വഴിക്ക് തന്നെ ഒരു സമാധാനമായി കിട്ടും. അതാ, നമുക്കൊരു ഫംഗ്ഷൻ എനിക്ക് കൈ കഴിക്കാം അപ്പുറത്തെ കൈ പിടി. നമ്മളൊരു ഫംഗ്ഷൻ നടത്തുമ്പോൾ ഉറപ്പാണ് എന്തെങ്കിലും ചെറിയ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഞങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങി ഇവൻറ്റിൻ്റെ കാര്യം തൊട്ടിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കോസ്റ്റ്യൂം ഞാൻ എൻ്റെത് ചെയ്യാൻ കൊടുത്താണ്. അത് കൊടുത്തിട്ടിപ്പം 2 മാസം ആവുന്നു. ഗോഗു നാളെ ഇതിപ്പോൾ എടുക്കണം. ഇന്ന് പോകാനായിരുന്നു. ഗോകുൽ ഇന്നലെ വന്നതേ ഉള്ളൂ. പിന്നെ ഗോകുവിൻ്റെയും ബേബീൻ്റെയും മെറ്റീരിയൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഗോകുൽ വന്നിട്ട് മെഷർമെൻറ്റ് എടുത്തിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ. ഇവർ പഴയ കണക്കാനിരിക്കുക, വലിയ മാറ്റമൊന്നുമില്ല. കുറച്ച് വണ്ണം വെച്ചെന്ന് തോന്നുന്നു ഒരു പൊടിക്ക്. അപ്പം ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൊല്ലം ബീച്ചിലാണ് കേട്ടോ. വാവേൻ്റെ ബർത്ത്ഡേ ഷൂട്ടുണ്ട്. ഇപ്പോൾ ഷൂട്ടിന് വേണ്ടി പോവുകയാണ്. ഞങ്ങൾ തിരിച്ചു പോയാണ് ഈ ഒരു വണ്ടി എടുക്കുക. ഇത് ജിത്തുമോൻ്റെ വണ്ടിയാണ്. അപ്പം നമുക്ക് ഷൂട്ടിന് വേണ്ടിയിട്ട് ഇതെടുക്കാൻ വേണ്ടിയിട്ട് പോയാണ്. ഞാൻ അതിൻ്റെ ഫോട്ടോ കൂടിയിട്ട് കിട്ടിയിട്ട് ഈ വീഡിയോ ആഡ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു വ്ളോഗിൽ ഞങ്ങൾ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാണ്. എല്ലാവരും വരണം. കൊല്ലത്തൊക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വരിക. ശരണ്യെ എക്സ്പെഷ്യലി വിളിക്കുകയാണ്. ബിക്കോസ് ശരണ്യയുടെ വീഡിയോ എൻ്റെ വീടിൻ്റെ അടുത്താണ്. നമ്മളൊരു സബ്സ്ക്രൈബറാണ്, മിക്കവാറും കമൻറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ശരണ്യ മാത്രമല്ല എല്ലാവരും വിളിക്കുകയാണ്. വരാൻ പറ്റുന്നവരൊക്കെ വരിക. നമുക്ക് വൈകുന്നേരം 6 മണി തൊട്ടിട്ടാണ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നൈറ്റ് ഫുൾ നമുക്ക് പാർട്ടി ഓൺ. അപ്പം ഇനി എന്തുവാകും? പിന്നെ അയ്യോ എനിക്ക് വയ്യ, എൻ്റെ കൈ കളിക്കുന്നു. അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി. പിന്നെ ഇന്നത്തെ ബീച്ചിൽ പോയിട്ട് ഷൂട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. എല്ലാം കൂടെ ഞാൻ ആഡ് ചെയ്യാണ്. പിന്നെ എല്ലാം പിന്നെ ബിക്കോസ് കാശി ബേബിക്ക് ചെറിയ ഒരു ഇതുണ്ട്. കൊണ്ട് വരുമ്പോ എന്റെ ചെറിയ ആഗ്രഹങ്ങളാണ്. വരുമ്പോ തന്നെ ബിരിയാണി കഴിക്കണം. ബിരിയാണി അത് കഴിച്ചു. രാവിലെ തന്നെ എണീച്ചിട്ട് പോയിട്ട് ചായയും ഉഴുന്നുവടയും കഴിക്കണം. അപ്പൊ നമുക്ക് ഇന്ന് ബീച്ചിലെ ഷൂട്ടിന്റെ വിശേഷങ്ങളൊക്കെ കാണാം അല്ലേ? ബേബി സെറ്റ് ആയിട്ടിരിക്കുകയാണ്. അവിടെ ചെന്നിട്ടുള്ള ഒന്നുകൂടെ റെഡിയാക്കാൻ വേണ്ടി. അപ്പൊ ശരി.
അങ്ങനെ ഞങ്ങൾ ബീച്ചിലൊക്കെ എത്തിയിട്ട് കാശി ബേബീനെ ഫോട്ടോ എടുക്കാനുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കും. പക്ഷെ നടക്കുന്നില്ല. ബിക്കോസ് ഇന്നലെ നൈറ്റ് പോയിട്ട് വന്നപ്പോൾ തന്നെ ഒരു സമയമായിട്ടുണ്ടായിരുന്നു. എയർപോർട്ടിൽ നിന്ന് വന്നപ്പോൾ ഒരു സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ദിവസം കൂടിയിട്ട് ഗോകുവിനെ കാണുന്നുകൊണ്ടിട്ട് ഗോകുവായിട്ട് സെറ്റ് ആവാനായിട്ട് ചെറിയ ബുദ്ധിമുട്ട്. പിന്നെ കടലിൻ്റെ സൗണ്ടും അവന് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ വണ്ടിയാണ് നമ്മൾ കാറിനകത്ത് വെച്ച് കൊണ്ട് പോയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ കിട്ടി. പക്ഷേ ഫോട്ടോസൊന്നും നമുക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ വൺസ് അഗൈൻ ഞാൻ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഓഗസ്റ്റ് മാസം 13, അതായത് അടുത്ത ചൊവ്വാഴ്ചയാണ് കുഞ്ഞിൻ്റെ ബർത്ത്ഡേ വരുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടാവണം. അതുപോലെ തന്നെ എല്ലാവരും വരാൻ കഴിയുന്നവരൊക്കെ വരിക കേട്ടോ. വീട്ടിൽ വെച്ചിട്ടാണ് ഫംഗ്ഷൻ വരുന്നത്. പിന്നെ കുറേ പേര് ചോക്ലേറ്റ് ചോദിച്ചിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇന്നത്തെ ദിവസം ഞാൻ ഭയങ്കര തിരക്കാണ്. വീട് പണിയും കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ്. എല്ലാവർക്കും ഉള്ള റിപ്ലൈ ഞാൻ തരുന്നതാണ്. അതുപോലെ ചോക്ലേറ്റ് തരാമെന്ന് പറഞ്ഞവർക്കൊക്കെ ഞാൻ തരുന്നതായിരിക്കും. തരാമെന്ന് പറഞ്ഞവർക്കല്ല, എല്ലാവർക്കും തരുന്നതായിരിക്കും. ഇത്തിരി തിരക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരുടെയും മെസ്സേജ് ഓപ്പൺ ചെയ്യാത്ത കാര്യം. ഇന്നത്തെ ദിവസത്തേക്ക് എനിക്ക് തോന്നുന്നു ഇന്നൊരു 180ഓളം മെസ്സേജ് മാത്രം വന്നിട്ടുണ്ട് വാട്സപ്പിൽ മാത്രം. സോ എല്ലാവർക്കും ഇരുന്ന് റിപ്ലൈ കൊടുക്കാനുള്ള ടൈം ഇല്ലായിരുന്നു. അതുകൊണ്ടിട്ടാണ് കേട്ടോ. എടുക്കാത്തതാണെന്ന് ആരും വിചാരിക്കരുത്. ഈ ഒരു വിഷയം കൊണ്ടിട്ടാണ്. ഇത്തിരി തിരക്കാണ്. അതുകൊണ്ടിട്ടാണ് 2 ദിവസത്തേക്ക് ഇനിയിപ്പോൾ തിരക്കായിരിക്കും. അങ്ങോട്ട് പോകും സാധനം വാങ്ങാൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത്തിരി തിരക്കായിരിക്കും. ഇതൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് ഫ്രീ ആവട്ടെ, എന്നിട്ട് ആകെ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ ഞാൻ തരാമെന്ന് പറഞ്ഞ സാധനം ഞാൻ തരാതിരിക്കത്തുമില്ല കേട്ടോ. ചോക്ലേറ്റ്സ് കുറേ കുട്ടികൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആരെയും ഞാൻ വിട്ടുപോയില്ല. എനിക്ക് മെസ്സേജ് അയച്ച എല്ലാവരെയും ഞാൻ പരിഗണിക്കുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ കുഞ്ഞിൻ്റെ ഫോട്ടോ എടുക്കാനുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആൾ അത്രയ്ക്ക് അങ്ങോട്ട് കംഫർട്ട് ആവുന്നില്ലായിരുന്നു. ഞങ്ങൾ എങ്ങനെയൊക്കെ നോക്കിയിട്ടും അങ്ങനെ സെറ്റ് ആവുന്നില്ലായിരുന്നു. എന്നാലും ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേനും ആൾ ആക്റ്റീവായി തുടങ്ങി. മണലൊക്കെ വാരി ജീപ്പിൻ്റെ മുകളിലൊക്കെ വെച്ച് കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കുഴപ്പമില്ല, സെറ്റായി. എന്നാലും അത്യാവശ്യം ബേബീൻ്റെ സിംഗിൾ ഫോട്ടോസ് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ 3 പേരുള്ള പെയർ ഫോട്ടോസ് കിട്ടി. ഒറ്റയ്ക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ 3 പേരോടെ നിൽക്കുമ്പോഴത്തേന് വലിയ വിഷയമില്ല, അതെല്ലാം നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പാക്കപ്പ് ആവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വ്ളോഗ്. ഇത് ഞാൻ അവിടെ ചെന്നിട്ട് കൂടുതൽ വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. കാര്യം കുഞ്ഞിൻ്റെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിനെ ചിരിപ്പിക്കലും കളിപ്പിക്കലും ഒക്കെ ആയിട്ട് നിന്നു. അതിനിടയ്ക്ക് വീഡിയോസ് എടുക്കാനായിട്ടുള്ള ടൈമല്ല, ഞാൻ മറന്നുപോയി എന്ന് വേണമെങ്കിൽ പറയാം, നല്ല ഫോട്ടോസ് കിട്ടാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് എനിക്ക് ന്യൂട്രീഷൻ സെൻ്ററിൽ ഒന്ന് പോകണം. അഞ്ചാലമൂട്ട് പിന്നില്ലേ അതിൻ്റെ അപ്പുറത്ത്. അപ്പം എൻ്റെ ഫുഡ് കഴിഞ്ഞു. എന്താ അറിയോ ഞാൻ ഇന്നലെ അല്ലേ വന്നപ്പോ എനിക്ക് സീറ്റ് കിട്ടിയത് ഏറ്റവും ബാക്കിലാണ്. അവിടെയാണ് ഇവര് കയറി വരുന്നുണ്ട്. എനിക്ക് ഇവിടെയാണ് അവർ സീറ്റിംഗ് എടുത്തത് ഏറ്റവും ബാക്കിൽ. ഓൺലൈൻ ചെക്കിംഗ് ചെയ്ത ലാസ്റ്റ് എടുത്ത് വെച്ചു 31 സീലാണ് കിട്ടിയത്. അപ്പോൾ ഫ്ലൈറ്റിൽ പോകുന്നവർക്ക് അറിയായിരിക്കും ഏറ്റവും ബാക്കിലെ 31 സീൽ പറയുന്നത്. അതിൽ സീറ്റിലിങ്ങനെ അടിച്ചടിച്ചിട്ടേ എൻ്റെ തലയൊക്കെ അടിച്ചടിച്ചിട്ടേ എൻ്റെ നടു മൊത്തം പൊളിഞ്ഞ്, നടു നല്ല വേദനയുണ്ട്. അതുകൊണ്ട് നല്ല കുറേ പടങ്ങൾ കിട്ടിയില്ല, എന്നാലും കിട്ടിയല്ലോ. അത്യാവശ്യം നല്ല എല്ലാം. ഇവൻ്റെ ഒന്നും കിട്ടിയില്ല കേട്ടോ, കാശിയുടെ. കാര്യം ഇന്നലെ ഞങ്ങൾ രാത്രി വന്ന് കിടന്നപ്പോഴത്തേന് 1 മണി അടുത്തിട്ടായി. അപ്പം ആൾക്ക് ചെറിയ നിർബന്ധമൊക്കെ ആയിരുന്നു രാത്രി. അവൻ ഉറങ്ങിയപ്പോഴത്തേന് 2 മണി എപ്പിച്ചായി. പിന്നെ 7 മണി 5:45 ഞാൻ ഇന്ന് എണീറ്റപ്പോൾ തന്നെ എൻ്റെ കൂടെ ആശാൻ എണീറ്റ്. പിന്നെ ഞാൻ ഇച്ചിരി നേരം കിടത്തി ഉറക്കി. പിന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് എണീപ്പിച്ചുകൊണ്ട് വന്നതിൻ്റെ ചെറിയൊരു മൂഡ് ഓഫ്. അതുകൊണ്ടിട്ട് ആളുടെ ഒറ്റയ്ക്കുള്ള ഫോട്ടോസൊക്കെ ടാസ്ക് ആയിരുന്നു. അവർ 3-4 കിട്ടിയുള്ളൂ അല്ലേ. പക്ഷെ ഞങ്ങൾ 3 പേരോടുള്ള ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. എല്ലാം അപ്ലോഡ് ചെയ്യും. നമ്മുടെ കൊല്ലത്തുള്ളൊരു ഫോട്ടോഗ്രാഫറെയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഇത് ആക്ച്വലി എങ്ങനെ വെച്ചാൽ ഈസു എന്ന് പറഞ്ഞൊരു ബ്രോ ഉണ്ട്. നമ്മുടെ ഈസു ടോക്കിക്സ് ഉണ്ട്, യൂട്യൂബിലുള്ളതാണ്. ഈസു ടാക്സ് അല്ലേ? അല്ലടാ, ഈസു ടാക്സ്. ഈ ലെഫ്റ്റ്. അപ്പൊ പുള്ളിക്കാരൻ എന്നെ പുള്ളിക്കാരൻ ഈ ബ്രോന്റെ ഒരു പേജ് ഉണ്ടായിരുന്നു. ആ പേജ് ആരാണ്ട് ഹാക്ക് ചെയ്ത് അന്നേരം എന്നെ ഒരു ഷൂട്ടിന് കോൺടാക്ട് ചെയ്തായിരുന്നു. അന്നേരം ഞാൻ ഇതണക്ക് പറഞ്ഞു കുഞ്ഞിൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട്. ഇത് ഞാൻ 3 മാസം മുമ്പേ ഗോകുൽ പോയി ഒരു 1 വീക്ക് ആയപ്പോൾ ഞാൻ ഇവരെ ബുക്ക് ചെയ്തായിരുന്നു. ഞാൻ പറഞ്ഞു ഇതണക്ക് കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഉണ്ട്, അതിൻ്റെ ചെയ്യാനായിട്ട് പാക്കേജും കാര്യങ്ങളൊക്കെ എത്രയാണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ അവരുടെ പാക്കേജ് അയച്ചു തന്നു. എനിക്കൊക്കെ അങ്ങനെ ഞാൻ പിന്നെ ഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് അവരുടെ ഇതിനെ ബുക്ക് ചെയ്തു. ഒരുവിധം എല്ലാം ഞാൻ ബുക്ക് ചെയ്തിട്ടേക്കാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഒരു കുട്ടി കല്യാണമാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നില്ലേ ഗോകു? പ്ലാനിങ് ഒക്കെ അതാ.
പ്ലാനിങ് ഒക്കെ ഭയങ്കര ഗംഭീര പ്ലാനിങ് ഒക്കെയാണ് നടത്തി വെച്ചിരിക്കുന്നത്. എല്ലാം 13-ാം തീയതി പ്ലാനിങ് എല്ലാം കഴിഞ്ഞു. ഒരുവിധം കോണ്ടാക്ട് ചെയ്യേണ്ടവരെല്ലാം കോണ്ടാക്ട് ചെയ്ത് ബുക്ക് ചെയ്ത് എല്ലാം സെറ്റായി. ഇനിയിപ്പോൾ ഉള്ളത് എന്താ, ഇനിയിപ്പം ആ ഡേ വന്നാൽ മതി. പിന്നെ കുറച്ച് ബുക്ക് ചെയ്തിട്ടുള്ള ഐറ്റംസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോകണം. പിന്നെ ഇവരുടെ ഡ്രസ്സിൻ്റെ എനിക്കൊരു പരിപാടിയില്ല, എനിക്ക് ചായ കുടിക്കണ്ടേ. ഇവന് ചായ കുടിക്കണം. ബേബിക്കൊരു എനിക്ക് ഫുഡൊന്നും കൊടുത്തില്ല, വീട്ടിൽ ചെന്നിട്ട് കൊടുക്കാം. സമയമായിട്ടേ ഉള്ളൂ, ആള് കഴിക്കുന്ന സമയമായി വരുന്നതേ ഉള്ളൂ. ആ പെറ്റ് പൊട്ടിക്കണം ഇന്ന്. എനിക്ക് എന്താ കൊണ്ടുവന്ന സാധനമെല്ലാം ഒരുവിധം കളഞ്ഞു, വെയിറ്റ് കൂടുതലായിരുന്നു. ഒരു സോറി. പിന്നെന്താ, അപ്പൊ ഇപ്പൊ ഞങ്ങൾ ന്യൂട്രീഷൻ സെന്ററിൽ പോവുകയാണ്. എൻ്റെ വെയിറ്റ് ഒരുവിധമൊക്കെ കുറഞ്ഞു. ഈ വൃത്തികെട്ട വണ്ടിക്ക് ഇത് ഭയങ്കര പുലുക്കാണ് കേട്ടോ. എനിക്ക് ഈ സ്വിഫ്റ്റ് ഇഷ്ടമല്ലാത്ത ആ ഒരു കാര്യത്തിലുള്ളൂ. ഞങ്ങളുടെ വണ്ടി ഉണ്ടല്ലോ, ഇത് നമ്മുടെ വണ്ടി തന്നെ, എന്നാലും അത് മുത്താണ്, മുത്ത്. നമ്മൾ അതിനകത്ത് ഇരുന്ന് കഴിഞ്ഞുണ്ടല്ലോ അനങ്ങൂല്ല, സുഖമാണ്. മൈലേജ് കുറവാണെന്നേ ഉള്ളൂ, അല്ലാണ്ടിട്ട് അതിനെ കൊണ്ടിട്ട് വേറെ ശല്യങ്ങളൊന്നും എനിക്കില്ല. നല്ല സൂപ്പർ വണ്ടിയാണ് നമ്മുടെ സ്വിഫ്റ്റ്. പക്ഷെ ഇത് ഭയങ്കര ഉണ്ടല്ലോ, ഒരു കുഴിയിൽ വീണ് കഴിഞ്ഞാൽ കുലുങ്ങി നമ്മൾ നാശമാവും. അവിടെ ഞാൻ ഓടിക്കട്ടെ. അല്ല, ദേവന് വേണ്ടി എടുത്ത വണ്ടിയാണ് ഇവനൊക്കെ ദേവന് വേണ്ടി എടുത്ത വണ്ടിയായിരുന്നു. അവളെ ബർത്ത്ഡേക്ക് ഇട്ട് കൊടുത്തു. സോ ഞാൻ ഓടിക്കാൻ സമ്മതിക്കുന്നില്ല. എന്നിട്ട് ഓടിക്കാന്നല്ലേ കാശി ഇപ്പൊ ഇരിക്കൂല, അവരെന്ന് ഭയങ്കര നിർബന്ധം. അത് ശരിയാ, ഭയങ്കര വാശി. എന്താണെന്ന് അറിയാൻ വയ്യ. കാരണം എന്നെ കുറച്ച് 1-1.5 മാസമായില്ലേ കണ്ടിട്ട്. അവന്റെ കയ്യിൽ ഇരിക്കുന്നില്ല. ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, മേടിച്ചിട്ട് പോകണം. ആ ശരി, കുറച്ച് കഴിഞ്ഞിട്ട് ഇന്ന് മൊത്തം പരിപാടികളാണ്. കുറേ സ്ഥലങ്ങളിൽ, ബാങ്കുകളിൽ തന്നെ 3-4 ബാങ്കിൽ പോകാറുണ്ട്. ഒത്തിരി പ്രോഗ്രാമുണ്ട്, 2-3 അക്കൗണ്ട് എടുക്കാറുണ്ട്. പിന്നെ എന്തൊക്കെയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും റെഡിയാവുന്നില്ല. ഇത് ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് ചെയ്യാനൊന്നും ഇല്ല, പക്ഷെ ഇന്നത്തെ ദിവസം മൊത്തം ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ്. അല്ല, ഇന്നത്തെ ഇത് ഇങ്ങനെ കട്ട് ചെയ്യാം, ഇത് ഇങ്ങനെ കട്ട് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ അല്ലേ. ബാക്കി കാര്യങ്ങളൊക്കെ ബാക്കി വിശേഷമായിട്ട് ഞങ്ങൾ വരാം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ. ടേക്ക് കെയർ.